ഹായ് എവരിവൺ. 21 ജനുവരിയിലെ ഷിഫ്റ്റ് 1 ക്വസ്റ്റ്യൻ നമ്പർ 10 ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ലെറ്റ്സ് സീ ദ ക്വസ്റ്റ്യൻ. നോക്കൂ, ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്കറിയാം ഇത് നമ്മളുടെ പീരിയോഡിക് പ്രോപ്പർട്ടീസിൽ നിന്നാണ്. അപ്പോൾ പീരിയോഡിക് പ്രോപ്പർട്ടീസിനെ എലമെന്റ്സിന്റെ ആ ഓർഡറുമായിട്ട് മാച്ച് ചെയ്യുക എന്നുള്ളതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെന്റ് ദ കറക്റ്റ് ട്രെൻഡ് ഫോർ ദ മെൻഷൻഡ് പ്രോപ്പർട്ടി? ഓക്കെ, അപ്പൊ നമുക്ക് ഓരോരോ പ്രോപ്പർട്ടിയായിട്ട് നോക്കാം. അപ്പൊ ഞാൻ ഏറ്റവും ആദ്യം പോയിട്ട് ബേസിക് ക്യാരക്ടർ നോക്കുകയാണ്. സോ ബേസിക് ക്യാരക്ടർ, അപ്പൊ ഏറ്റവും നല്ല ബേസ്, ഏറ്റവും സൈസ് കൂടിയ ആൾക്കാരാണ് എന്ന് പറയുമ്പോൾ ആൽക്കലി മെറ്റലാണ്. ആൽക്കലി മെറ്റലിൽ തന്നെ ഏറ്റവും കൂടുതൽ സൈസ് ഉള്ളത് പൊട്ടാസ്യം ആണ്. സോ പൊട്ടാസ്യം, സോഡിയം, അത് കഴിഞ്ഞ് ആൽക്കലൈൻ എർത്ത് മെറ്റൽ, അത് കഴിഞ്ഞ് അലുമിന ശരിക്കും ബേസിക് അല്ല, ആംഫോട്ടറിക് ആണ്. അപ്പൊ ഈ ഓർഡർ ശരിയായിട്ടുള്ള ഓർഡർ ആണ്. സോ അപ്പോൾ ഓപ്ഷൻ ഡി എന്തായാലും ശരിയായിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെ ആണ്. നെക്സ്റ്റ് മെറ്റാലിക് ക്യാരക്ടർ. നോക്കൂ, മെറ്റാലിക് ക്യാരക്ടർ വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഗ്രൂപ്പ് 1 അല്ലെ. മെറ്റാലിക് ക്യാരക്ടറിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ഗ്രൂപ്പ് 1 ഈസ് മോർ മെറ്റാലിക്. പിന്നെ ആരാണ്? ഗ്രൂപ്പ് 2 ആണ്. ആ 2 കഴിഞ്ഞില്ലേ നമുക്ക് 3നെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ. കാരണം മെറ്റാലിക് ക്യാരക്ടർ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ മെറ്റാലിക് ക്യാരക്ടർ എന്ത് ചെയ്യാണ്? കുറയുകയാണ്. അപ്പൊ പൊട്ടാസ്യം ഈസ് ഫസ്റ്റ് കറക്റ്റ്. എന്നാൽ അത് കഴിഞ്ഞ് വരേണ്ടത് ആരാ? മഗ്നീഷ്യം അല്ലേ വരേണ്ടത്. അപ്പൊ ആ ഓർഡർ തെറ്റല്ലേ? അപ്പൊ ആ ഓർഡർ കറക്റ്റ് ആയിട്ട് നമ്മൾ എഴുതിയാൽ പൊട്ടാസ്യം ഗ്രേറ്റർ ദാൻ മഗ്നീഷ്യം ഗ്രേറ്റർ ദാൻ അലുമിനിയം ഗ്രേറ്റർ ദാൻ ബോറോൺ. ഇതായിരുന്നു കറക്റ്റ് ഓർഡർ വരേണ്ടത്. അപ്പൊ രണ്ടാമത്തെ സി എന്ന് പറയുന്ന ഓപ്ഷൻ തെറ്റാണ്. അപ്പൊ സി ഉള്ള ആൻസർ എല്ലാം തെറ്റാണ്. ഓക്കെ, നെക്സ്റ്റ് ഇലക്ട്രോൺ അഫിനിറ്റി ആർക്കാണ് കൂടുതൽ? തീർച്ചയായും നമുക്കറിയാം ക്ലോറിന്റെ ഹാലജൻസിനാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് അല്ലെ. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഏറ്റവും കൂടുതൽ ഉള്ളത് ഗ്രൂപ്പ് 17 ആണ്. ഗ്രൂപ്പ് 17 കഴിഞ്ഞാൽ ഗ്രൂപ്പ് 16 ആണ്. ഗ്രൂപ്പ് 16 കഴിഞ്ഞാൽ ഗ്രൂപ്പ് 15 ആണ് അല്ലെ. അപ്പൊ നിങ്ങൾ നോക്കുമ്പോ ഇതില് ഗ്രൂപ്പ് 16 സൾഫർ, ഗ്രൂപ്പ് 15 ഫോസ്ഫറസ്. ഇനി ഹാലജൻസിൽ ഏറ്റവും കൂടുതൽ ഫ്ലോറിൻ അല്ല, ക്ലോറിൻ ആണ്. അപ്പൊ ക്ലോറിൻ ഗ്രേറ്റർ ദാൻ ഫ്ലോറിൻ. അപ്പൊ ഈ ഓപ്ഷൻ ശരിയായിട്ടുള്ള ഓപ്ഷൻ ആണ്. അപ്പൊ ബി വരണം നമ്മൾ ആൻസറിനകത്ത്. ബി വരണം നമ്മൾ ആൻസറിൽ, സി വരാൻ പാടില്ല. അപ്പൊ എയും അല്ലെ, ഡിയും ബിയും എയും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഓപ്ഷൻ ഏതാണെന്ന് നമുക്ക് കരുതാം, ഓപ്ഷൻ 2 ആണെന്ന് കരുതാം. എന്നാലും എയും കൂടെ നോക്കാം. ഫസ്റ്റ് അയണൈസേഷൻ എനർജിയുടെ ഓർഡർ എന്താണ് അല്ലെ? ഫസ്റ്റ് അയണൈസേഷൻ എനർജി ഫ്ലോറിൻ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് അല്ലെ. നോക്കൂ, ഫ്ലോറിന് ആരെക്കാളും കൂടുതലാണ്. ഫ്ലോറിന് ബോറോണിനെക്കാളും കൂടുതലാണ്. ഉറപ്പായിട്ടും ബോറോണിനെക്കാളും കൂടുതലാണ്. പക്ഷേ ബോറോന്റെ സൈസ് കുറവായതുകൊണ്ട് ഫോസ്ഫറസിന് കൂടുതൽ. കാരണം അയാള് ഏത് കോൺഫിഗറേഷനാ? S2P3 കോൺഫിഗറേഷൻ ആണ് അല്ലെ. പിന്നെ സൾഫർ. ഇങ്ങനൊരു ഓർഡർ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ അതിൽ തെറ്റില്ല, ഓൾമോസ്റ്റ് അത് ശരി തന്നെയാണ്. അപ്പൊ നമുക്ക് അതും എന്താണ്? ശരിയായിട്ടുള്ള ഓപ്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതില് എയും ബിയും ഡിയും നമ്മളെ ആൻസർ ആണ്, ശരിയായിട്ടുള്ള ആൻസർ ആണ്. സോ വി ക്യാൻ സെലക്ട് ഓപ്ഷൻ 2 ക്യാൻ ബി സെലക്ട് ആസ് ദി ആൻസർ ഫോർ ദിസ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. താങ്ക് യു.